പിന്നെ ചിക്കൻ വെക്കുമ്പോൾ വിചാരിച്ചു കുറച്ച് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനത് ചിക്കൻ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു. നല്ല മാതിരി ചിക്കൻ വേവിച്ച് അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ആ വെള്ളം മുഴുവൻ ഞാനിത് എടുത്തു. എന്നിട്ട് അതിനെ എടുത്തിട്ട് ചിക്കൻ അതിൽ നിന്ന് ഓരോന്നോരോന്ന് ഇട്ട് എടുത്ത് ഇപ്പോൾ ഒരു പകുതി പാത്രത്തോളം ഉണ്ട് എനിക്ക് ചിക്കൻ്റെ വെള്ളം. നമുക്ക് എത്രയാണോ വീട്ടിൽ എത്ര ആളുണ്ടോ അതനുസരിച്ച് നമുക്കത് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാം. സൂപ്പാകുമ്പോൾ കുറച്ച് കൂടുതൽ പിള്ളേരൊക്കെ ആണെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ 2 ബൗളൊക്കെ കഴിച്ചെന്നിരിക്കും ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സൂപ്പും കൂടി ആകുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 8 പേർക്ക് കഴിക്കാനുള്ള പാകത്തിനാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്. സ്റ്റോക്കിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചു. അതിൽ നിന്ന് ഈ വേവിച്ച് വെച്ച ചിക്കനിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി 3 പീസ് ചിക്കൻ എടുത്ത് സെപ്പറേറ്റ് വെച്ചു. നല്ല എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ട് വെച്ച് അത് ചെറുതായിട്ട് നമ്മൾ അത് ഇങ്ങനെ പറിച്ചെടുത്ത് വെക്കണം. നേരിയതായിട്ട് പറിച്ചെടുത്ത് വെക്കണം. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകുണ്ട്, പിന്നെ 3 സ്പൂൺ കോൺഫ്ലവർ ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ ചിലപ്പോൾ മൈദ ഉപയോഗിച്ചാലും മതി. ഇത് കോൺഫ്ലവർ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. മൈദ ഉപയോഗിച്ചാലും സെയിം ഇത് തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു കൊഴുപ്പ് കിട്ടും. മൈദേനേക്കാളും ഒന്നും കൂടെ ഇച്ചിരിയോടെ നന്നായിട്ട് കൊഴുപ്പ് കിട്ടുന്നത് കോൺഫ്ലവർ ആയതുകൊണ്ടാണ് കോൺഫ്ലവർ ഉപയോഗിക്കുന്നത്. ചിക്കനും ചെറുതായിട്ട് പറിച്ച് വെച്ചിട്ടുണ്ട്. ഈ പച്ചമുളക് ചെറുതാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് നുറുക്കി ഇടാം, മുറിച്ചിടാം. എരിവ് വേണം എന്നുള്ളവർക്ക്, ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പകരം നമ്മൾ ലാസ്റ്റ് ഇത് സൂപ്പ് കുടിക്കാൻ നേരത്ത് കുരുമുളക് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം നേരിയതായിട്ട് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സൂപ്പ് ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ സൂപ്പിലേക്ക് ഞാൻ ഈ ചിക്കൻ്റെ പീസ് മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്ത്, പറിച്ച് വെച്ച ചിക്കൻ്റെ പീസ് മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചു. തിളപ്പിക്കാനായിട്ട് സ്റ്റൗവൊക്കെ ഓൺ ചെയ്തു. പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ ചിക്കന് ഉപ്പിട്ട് വേവിക്കുന്നത് കൊണ്ട് നമ്മൾ സ്റ്റോക്കിന് പിന്നെ ഉപ്പിടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്ത് ഉപ്പുണ്ടാവും. ആ വെള്ളം മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് ഊറ്റിയെടുക്കും. ബാക്കി വരുന്ന ചിക്കൻ നമുക്ക് കറിയായിട്ട് വെക്കുകയും ചെയ്യാം. ചിക്കൻ എന്ത് ചെയ്യുമെന്നോർത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ എന്നിട്ട് അതിൻ്റെ ആ ഒരു മുട്ട ഉണ്ടായിരുന്നത്, ആ മുട്ട ഞാൻ അതിൻ്റെ ഉണ്ണി മാത്രം എടുത്ത് സെപ്പറേറ്റ് വെച്ചു. നമുക്ക് ഉണ്ണി ആവശ്യമില്ല ഇതിന്. ഈ സൂപ്പിനകത്തിട്ട് അതിൻ്റെ എഗ്ഗ് വൈറ്റ് മാത്രം മതി. അത് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്താവും, അത് നമുക്ക് ഈ സൂപ്പിൽ ഒഴിക്കുമ്പോൾ അതൊരു നൂല് പരുവത്തിൽ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ ചിക്കൻ സൂപ്പ് ഇവിടെ പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ കോൺഫ്ലവർ ഒഴിക്കുന്നതുകൊണ്ട് ഇത് ചെറുതായിട്ട് കുറുകി വരാനും തുടങ്ങും. ചിക്കൻ്റെ ഇത് ഞാൻ ഒരു അരിപ്പയിലോട്ട്, കണ്ണകലമുള്ള ഒരു അരിപ്പയിലോട്ട് ഇടുമ്പോൾ ഇത് നൂല് പോലെ ഇങ്ങനെ വീണ് കിട്ടും. ഇത്തിരി അകലെ ഇല്ലാത്ത അരിപ്പയാകുമ്പോൾ ഇത് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അരിപ്പ ഒരിച്ച് വലിയ ഓട്ടയുള്ള അരിപ്പ എടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ ചിക്കൻ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയും കൂടി ഇട്ടപ്പോഴത്തേക്കും നല്ലൊരു ഇതൊക്കെ വന്ന്, കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് സൂപ്പിന് നല്ല കൊഴുപ്പുമുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3 പാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. 3 പാത്രത്തിലെടുക്കാൻ 8 പേർക്കുള്ള ഉണ്ടാക്കിയേക്കുന്നത്. 3 പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മേലെ വിതറിയിട്ട് നമുക്ക് ഇത് കഴിക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് എരിവും സൂപ്പ് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റും കുരുമുളകിൻ്റെ സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് വരിക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.